അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് തുടങ്ങുവാണേ. ഇതുവരെ ഒരുത്തി ഒരുങ്ങി ഇറങ്ങി വന്നിട്ടില്ല. അച്ചു. അപ്പം അമ്പലത്തിൽ ഇന്ന് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ കൊടിയേറുന്ന ദിവസമാണ്. അപ്പം അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കണം. തിരക്കൊത്തിരിയൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. പൊക്കോ, ഞാൻ വന്നേക്കാം. പൊക്കോ, വന്നേക്കാന്ന്. അമ്പലത്തിനകത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വെളിയിലൊക്കെ ആയിരുന്നു നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അമ്പലത്തിൽ വന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് വെച്ച് ഇനി കൊടി കയറുന്നതൊക്കെ കാണാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കൊടി കയറുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തന്നത് അച്ഛൻ്റെ ഫ്രണ്ട് ഉമ്മയാണേ. നല്ല ഇതായിട്ട് എടുത്ത് തന്നു കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ. അപ്പം കൊടി കയറുന്നതിൻ്റെയും എല്ലാം കൂടെ വീഡിയോസാണ് നമ്മുടെ ബാക്കിയുള്ള വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത്.
അപ്പോൾ കൊടിയേരൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രസാദൂട്ടൊക്കെയാണ്. അപ്പം അതെല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അമ്മയുടെ പിറന്നാളായിക്കൊണ്ട് എല്ലാവരും അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പം ഞാൻ കണ്ണൻ വന്നിട്ടുണ്ട്. പിന്നെ അച്ചു ഉണ്ടായിരുന്നു. കണ്ണൻ സ്കൂളിൽ നിന്ന് ഉച്ചയായപ്പോഴത്തേക്ക് വന്നു കേട്ടോ. വന്ന് പിന്നെ കണ്ണനും ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കും. ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര ആളായിരുന്നു കേട്ടോ. ഒത്തിരി സമയം കഴിഞ്ഞാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചു. അപ്പം എല്ലാം അറിയാവുന്നവരൊക്കെയാണ് കേട്ടോ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ യൂട്യൂബ് ഉണ്ടെന്നും അതിലേക്ക് ഇടാൻ വേണ്ടിയാണ് എടുക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഒരു സമാധാനമുണ്ട്. എല്ലാവരും ഹായ് ഹായ് വെക്കുമ്പോഴത്തേക്ക് നമുക്കും മനസ്സൊരു സന്തോഷമാണ്. എല്ലാവരും അറിയാവുന്നവരൊക്കെ തന്നെയാണ്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള പിള്ളേരൊക്കെയാണ്. അപ്പം അങ്ങനെ ചോറൊക്കെ മേടിച്ച് എല്ലാം അവിയൽ, തോരന്, പിന്നെ പച്ചടി, അച്ചാർ, പിന്നെ അടപ്രഥമൻ, പരിപ്പ്, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് സദ്യയുടെ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ മേടിച്ച് നമ്മൾ അവിടെ അകത്ത് പോയി നമുക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ അപ്പോൾ വീഡിയോ എടുക്കലും പാത്രം പിടിക്കലും കൂടെ ആയിക്കൊണ്ടുണ്ടല്ലോ ചില സമയത്ത് ഞാൻ പാത്രം അങ്ങ് ചെരിച്ചും കൊണ്ടുപോയി വീഡിയോ എടുക്കുന്നതിലൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ചേച്ചിമാർ പറയും എല്ലാം താഴെ പോകരുത് ശരിക്കും പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ അമ്മയുടെ പിറന്നാളിൻ്റെ സദ്യയൊക്കെ കഴിച്ച് ഇനി ഇതെല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരമൊക്കെ ഉള്ളൂ ഞങ്ങളിനി അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി വൈകിട്ട് അച്ചു അമ്പലത്തിൽ വിളക്കെടുക്കുന്നുണ്ട്. അച്ചു ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വിളക്കെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇന്ന് കാണുകയും ചെയ്യുന്നത്. നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര ഇതായിട്ട് പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ വന്നതിന് ശേഷം ഇനി വൈകുന്നേരമാണ് ഞങ്ങളിനി അമ്പലത്തിൽ ക്ക് പോകാനൊക്കെ തുടങ്ങുന്നത്. അതിൻ്റെ വീഡിയോസാണ് ഇനി. ഞങ്ങൾ അമ്പലത്തിലോട്ട് പോരായിട്ട് റെഡിയായിട്ട് ഇറങ്ങി. അച്ചു ധാവണിയൊക്കെയാണ് എടുത്തേക്കുന്നത്. അച്ചുവിന് വിളക്കെടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. കണ്ണൻ വരുന്നില്ല അല്ലേ? കണ്ണന് പനി. കണ്ണന് 15 വയസ്സിൻ്റെ ഷർട്ടൊക്കെ ഊരി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് കണ്ണൻ വീഡിയോയിൽ വരാത്തത് അല്ലേ കണ്ണ? അപ്പം ഞങ്ങൾ അമ്പലത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോയിലൂടെ കാണിക്കാമേ. നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടേക്കണം അമ്പലം. ഇറങ്ങാം. അപ്പോൾ ചേട്ടനും വീട്ടിലില്ലായിരുന്നു. കണ്ണനെ ഞാൻ ഫോണൊക്കെ കൊടുത്തെല്ലാം സെറ്റാക്കി അവിടെ ഇരുത്തി വെച്ച് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. ഒരു 15 മിനിറ്റത്തെ നടപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ സ്കൂട്ടർ കൊണ്ടൊക്കെ ഇങ്ങനെ പോരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനും അച്ചും കൂടെ വന്ന് അമ്പലത്തിൻ്റെ വെളിയിലുള്ള ലൈറ്റൊക്കെയാണ് നല്ല രസമാണ് കാണാനായിട്ട്. ഈ സമയത്ത് ഈ വൈകുന്നേരം വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് എൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സവ സമയത്ത് വൈകിട്ടൊക്കെ ഇവിടെ വരാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ആപ്പിണ്ടി എന്ന് പറയുന്നത്. അത് ഇത് ഉണ്ടാക്കുന്ന സമയം മുതൽ അത് ചെയ്യുന്നവരെല്ലാം നോയമ്പൊക്കെ എടുത്ത് ഭയങ്കര ഭക്തിയോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കരക്കാരും അവരുടെ സ്ഥലങ്ങളിൽ അത് ഉണ്ടാക്കി വെച്ച് ചിലരുടെ വീടുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. വീടുകളിൽ ഉണ്ടാക്കുന്ന അതുപോലെ ശുദ്ധവൃത്തിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നോയമ്പും കാര്യങ്ങളൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ടുള്ളൊരു ഒരു ഉത്സവത്തെ സമയത്ത് എടുക്കുന്ന ഈ ആപ്പിണ്ടി എന്ന് പറയുന്നത്. കാര്യം ഞാൻ വന്ന നാൾ പോലെ ഞാൻ കാണുന്നതാണ്. അങ്ങനെയുള്ള ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞുള്ളൂ എത്ര ഭക്തി ഇല്ലാത്തവർക്കും ഈ ആപ്പിണ്ടി എഴുന്നള്ളത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കത് എത്ര വിശ്വാസം ഇല്ലാത്തവരെന്ന് പറഞ്ഞില്ല നമ്മളറിയാതെ അമ്മയെന്ന് വിളിച്ചു അത്രയ്ക്ക് ഭയങ്കര ഭക്തിയോടു കൂടി അവർ വരുന്നത്.
അപ്പം അങ്ങനെയായിരുന്നു നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അമ്പലത്തിലല്ലായിരുന്നു, വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ വന്നതിന് ശേഷമാണ് വീട് ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ചെറിയ രീതിക്ക് പോകുന്നത്. മറ്റേത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിക്കായിരുന്നു. ഓരോ കരക്കാർ അവരുടേതായ രീതിക്ക് നല്ല ഇതായിട്ടായിരുന്നു അവരെടുക്കുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വർഷങ്ങളേ ആവുന്നുള്ളൂ കേട്ടോ. കുറച്ച് വർഷങ്ങളൊക്കെ ആവുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അച്ഛൻ കാണാനൊന്നും ഇതുവരെയായിട്ട് ഇങ്ങനെയുള്ള ഇത് കണ്ടിട്ടില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവർ വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് ഇച്ചിരി ഒന്ന് അറിവൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായി. പിന്നെ നമ്മളിങ്ങനെ അമ്പലത്തിൽ വെച്ച് വെളുപ്പിനെ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് 1:30 ആകുമ്പോഴത്തേക്ക് ഇത് കഴിയുന്നത്. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സമയത്ത് അങ്ങനെ വരാറില്ലായിരുന്നു. അപ്പം എല്ലാവരും അവരവരുടെ കരക്കാരുടെ ആപ്പിണ്ടിയൊക്കെ സെറ്റാക്കി എല്ലാവരും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ് കേട്ടോ. ഇനി വിളക്കൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങണം. അപ്പോൾ ഇവിടെ ഈ സമയത്ത് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് എഴുന്നള്ളത്ത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്രയും നേരം മനുഷ്യർക്കൊക്കെ ബോറടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ആൾക്കാരൊക്കെ ഉറങ്ങാതൊക്കെ ഇരിക്കുമല്ലേ, അതിന് ഡാൻസും കാര്യങ്ങളും അങ്ങനെ ഇപ്പോൾ തിരുവാതിരയോ അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഞാനതിന് അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെ പരിപാടി നടക്കുന്നതുണ്ട്. അപ്പം ഞാനിവിടെ വന്നു വെച്ചാൽ ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അച്ചു എടുക്കുന്നതെന്ന് പറഞ്ഞാലും അതിനകത്ത് എങ്ങനെയൊക്കെയാണ് എന്നതൊക്കെയാണെന്നൊക്കെ ഉള്ള ഒന്നും അറിയത്തില്ല. അപ്പം മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടു വേണ്ടേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയുണ്ട്, തൊട്ടടുത്ത വീട്ടിൽ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി അവിടുന്ന് ഡാൻസൊക്കെ കണ്ടിട്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും ചെയ്യുന്നതൊക്കെ നോക്കിച്ച് നമുക്ക് പതിയെ പതിയെ സെറ്റൊക്കെ തന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ തട്ടമൊക്കെ റെഡിയാക്കി വെച്ച് ഈ ചേച്ചി ഞങ്ങളുടെ തൊട്ടടുത്തുള്ളത്. ഇപ്പോൾ ചേച്ചിയാണ് എല്ലാം പറഞ്ഞൊക്കെ തരുന്നത്. അപ്പം അതെല്ലാം ഞാനൊന്ന് സെറ്റാക്കി കുറേശ്ശെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ തട്ടത്തിൽ കവുങ്ങിൻ്റെ പൂക്കുലി ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഭയങ്കര ഒരു വഴിപാടായിട്ട് ഇതായിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും അതാണ് പ്രത്യേകത. അത് നിറച്ചും ഒത്തിരി വെക്കുന്നതാണെന്ന് പറയുന്നത് അതിനകത്ത്. അപ്പോൾ ഞാനിതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, അപ്പോൾ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ അതും എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മുടെ തട്ടം ഇതാണ് എല്ലാം റെഡിയാക്കി. അപ്പോൾ ആണോ, നല്ല ചുരിദാർ. നീ ഇച്ചിരി പുറകോട്ട് ഇറങ്ങിയെന്നേ. അവളോട് ഡാൻസ് കാണാൻ പോകുമ്പോൾ പോയി. പിന്നെ ഉമ്മയുണ്ട് കൂടെ. അത് സാലിയാൻ്റെ അതിനകത്ത് പൂവുണ്ടോ നോക്കി. അപ്പോൾ വിളക്കെടുക്കുന്നവരും എല്ലാം നോയമ്പെടുത്തൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ വിളക്കിനുള്ള തട്ടമൊക്കെ എല്ലാം സെറ്റാക്കി എല്ലാം വെച്ചു. എല്ലാവരും എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് ഇനി കത്തിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇനി അമ്പലത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങണം. അപ്പോൾ അമ്പലത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ആദ്യം അകത്ത് ഒരു വലം വെക്കും, പിന്നെ വന്ന് കഴിയുമ്പോഴത്തേക്ക് 5 പ്രാവശ്യം കൂടെ വലം വെക്കും, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. FB കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഇനി അമ്പലത്തിലെ എഴുന്നള്ളത്തൊക്കെ ഇനി ഇറങ്ങുവാണ്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാമേ. നമ്മുടെ ആറാപ്പിൽ അവിടെ
ഹായ്. ആണോ? ആണോ? ഉറങ്ങാതെങ്കിലും വന്നല്ലോ. ഉറങ്ങാതെ വന്നല്ലോ കാണാനായിട്ട്. ഉറങ്ങാതെ വന്നല്ലോ. എണ്ണ ഒഴിക്കണോ? എണ്ണ ഒഴിക്കണോ ഇതിനകത്ത്? ഒഴിച്ചിട്ട് വേഗം പൊക്കെ പൊക്കും. ആ ചിക്കുട്ടനുണ്ടായിരുന്നു. ആഹാ.
അപ്പുറത്തെ സൈഡായിരിക്കും വെച്ചു. ഈ പേടിയാവും കാണുമ്പോഴത്തേക്ക്. ഓ ഓ യോ ഞാൻ ചാടിയ കുഴിയിലോട്ട് ചാടും കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. യോ യോ പോയ ഞാൻ ഇടുക്കി പോയിട്ട് വരും.
അപ്പം എഴുന്നള്ളത്തെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് ഇനി അമ്മേനെ അകത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും കേട്ടോ ഇങ്ങനെ കൊടിയേറി വൈകുന്നേരം രാത്രിയിലുള്ള വീഡിയോസ് എല്ലാം ഒന്ന് എടുക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ പ്രാവശ്യമാണ് കേട്ടോ എനിക്ക് പറ്റിയത്. ഈ പ്രാവശ്യം ആയിരിക്കും അമ്മ അനുഗ്രഹിച്ചത്, അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം പറ്റിയത്. അപ്പം എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്.